ആപ്കി അദാലത്തിൽ AIMIയുടെ ചീഫായ അസദുദ്ദീൻ ഓവൈസിയുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം തന്റെ ലോയൽറ്റി പ്രൂവ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓവൈസി സാർ, ഇത് എന്റെ കുറ്റാരോപണമല്ല, പാകിസ്ഥാന്റേതാണ്. പാകിസ്ഥാൻ മീഡിയയിൽ പാകിസ്ഥാനിലെ ഭരണകർത്താക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഓവൈസി സാർ ഇന്ത്യയിലുള്ള വ്യക്തികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാ, അദ്ദേഹത്തിന്റെ ദേശഭക്തി തെളിയിക്കണം, അദ്ദേഹത്തിന്റെ ലോയൽറ്റി തെളിയിക്കണം. അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെയെല്ലാം മനഃപൂർവ്വം സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു കവി ഭംഗിയായി പറഞ്ഞിരിക്കുന്നു, ദിൽ സെ നിക്ലേഗി ന മർകർ ഭി വതൻ കി ഉൽഫത്ത്, മേരി മിട്ടി സെ ഭി ഖുശ്ബോ വഫാ ആയേഗി. അത് നമ്മുടെ മുൻഗാമികൾ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നു. 2 നേഷൻ തിയറി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. അന്നു മുതൽ ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല. അത് അയൽരാജ്യമായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യക്ക് അത് എപ്പോഴും അപകടമാണ്. പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ്, പിന്നെ മിലിറ്ററി ടെററിസ്റ്റ് ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഈ മുഴുവൻ കാര്യങ്ങളും കവറപ്പ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ വേറെ വഴിയില്ലാതെ ഇസ്ലാമിനെ ആശ്രയിക്കുന്നത്. അത് പൂർണ്ണമായും തെറ്റാണ്. ഓവൈസി സാർ, അവർ പ്രത്യേകം ജിന്നയെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇരിക്കുന്നുവോ അവർ ജീവിതകാലം മുഴുവനും അവരുടെ വിശ്വാസം തെളിയിച്ചുകൊണ്ടേയിരിക്കണം, പിന്നെ എപ്പോഴും പാകിസ്ഥാന്റെ ശത്രുക്കളായി ഇരിക്കുകയും വേണമെന്ന്. മിസ്റ്റർ ജിന്ന ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടേ ഇല്ല. അത് അവർ സ്വയം പറയുന്നതാണ്. അത് വേറെ കാര്യം. പാകിസ്ഥാനിൽ ഒരു വലിയ കവിയുണ്ട്, ഹബീബ് ജാലിബ്. അദ്ദേഹം പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, मोहब्बत गोलियों से बो रहे हैं, मोहब्बत गोलियों से बो रहे हैं, वतन का चेहरा खून से धो रहे हैं, गुमान तुमको के रास्ता कट रहा है, यकीन मुझको के मंजिल खो रहे हैं. സോ ഇത് ഹബീബ് ജാലിബ് അപ്പൊ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞതാണ്. അത് ഇന്നും സത്യമാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പാകിസ്ഥാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുസ്ലിം അല്ലെന്ന്. പിന്നെ നമ്മുടെ രാജ്യത്തിലെ സംഘപരിവാറുകാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ശരിയായ മുസ്ലിം അല്ലെന്ന്. ഇപ്പൊ പറയും ഞാൻ എവിടെ പോയാ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതിനെക്കുറിച്ച് എനിക്ക് വിഷമമല്ല. പക്ഷെ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഒരു മുസ്ലിം ആണെന്നാണ്, അതായത് ഇസ്ലാം വിശ്വാസമുള്ള വ്യക്തി. പക്ഷെ താങ്കൾ ഇസ്ലാം രാജ്യത്തിനെതിരായിട്ടാണ് ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഇസ്ലാമിക് നാടേ അല്ല. 75,000 ബംഗാളികളെ കൊന്നിരിക്കുന്നു. 75,000 ഈസ്റ്റ് പാകിസ്ഥാനിൽ എല്ലാം മുസ്ലിംസ് ആയിരുന്നു. ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നു. അവര് ഷിയയെ കൊല്ലുന്നു. പിന്നെ അവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ 24 മില്യൺ മുസ്ലിംസ് ആണ് ഉള്ളത്. പാകിസ്ഥാനേക്കാളും അത് അധികമാണ്. സോ ഇത് കമ്പയർ ചെയ്താൽ നമ്മളടുത്തുള്ള മുസ്ലിം ജനങ്ങൾ, പിന്നെ ഇന്തോനേഷ്യയിൽ ആരാണുള്ളത്? ഇന്തോനേഷ്യയിലും അവരെക്കാളും അധികമുണ്ട്. പാകിസ്ഥാൻ അവരുടെ പരാജയങ്ങളെ മറച്ചു പിടിക്കാനായി. പിന്നെ രജത് സാർ, പാകിസ്ഥാന്റെ മിലിറ്ററി ഉണ്ടല്ലോ, ലോകത്തെവിടെയും അങ്ങനെ ഉണ്ടാവില്ല. അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യും, ഹോട്ടൽ ബിസിനസ് നടത്തും, എല്ലാ ബിസിനസ്സും നടത്തും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യാനായി അവര് ഇസ്ലാമിന്റെ പേര് പറഞ്ഞു. പക്ഷേ മിലിറ്ററി ചീഫായ ആസിഫ് മുനീർ സാർ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് 2 ദേശങ്ങളാണ് കൽമയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായത്. ഒന്ന് മദീനയും പിന്നെ 1300 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും. രജത് സാർ, നിങ്ങളിപ്പോൾ ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചാലും ആ സമയത്തുണ്ടായിരുന്ന മദീനയിൽ റസല്ല മസല്ലം ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തെ ഇവരോടൊപ്പം കമ്പയർ ചെയ്യാൻ അവരെന്താ ഭ്രാന്തന്മാരാണോ? ഇതൊരു അപമാനമാണ്. ആസിഫ് മുനീറിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു കവി വളരെ നന്നായി വിശദീകരിച്ചു. മാസൂമോ की गर्दन पे खंजर रखकर ഖാതിൽ अब खुद को मुजाहिद कहता है. അദ്ദേഹമാണ് ആസിഫ് മുനീർ. അദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ 15 ഏപ്രിലിന് സ്പീച്ച് നൽകി. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 22-ാം തീയതി പെഹൽഗാമിൽ വേദനാജനകമായ ശേഷമാണ് കൽമ പറയാൻ പറഞ്ഞതും അതിനുശേഷം വെടിവെക്കുകയും ചെയ്തു. ഇപ്പൊ നോക്കൂ, ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾ എവിടെ? അതായത് ഒരാളുടെ പേരും മതവും ഒക്കെ ചോദിച്ച് വെടിവെക്കുന്നു, കുടുംബങ്ങളെ വേർപെടുത്തുന്നു, പിന്നെ തലയിൽ വെടിവെക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, തലയിൽ വെടിവെക്കുന്നു, അതായത് അവരുടെ പരാജയം മൂടിവെക്കാനായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഞാൻ ഇന്നും പറയുന്നു, അവർ ഇന്ത്യയെ സമാധാനമായിരിക്കാൻ വിടില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഡീസ്റ്റബിലൈസ് ചെയ്യണം. ഇവിടെ സൊസൈറ്റിയിൽ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ വ്യത്യസ്തത ഉണ്ടാക്കണം. അവരുടെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. നോക്കൂ സാർ, അവരുടെ DGISPR എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആർമി ചീഫ്
ഇങ്ങനെയാണ് പറയുന്നത്, അതായത് നമ്മുടെ ആർമിയുടെ ലക്ഷ്യം തന്നെ ജിഹാദാണെന്ന്. हम अमन चाहते हैं मगर जुल्म के खिलाफ. गर जंग लाजमी है तो फिर जंग सही. പിന്നെ അവരെ നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ടേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവരുടെ ജോലിയാണ്. അപ്പോൾ അതിന് ശരിയായ ഉത്തരം തന്നെ നമ്മൾ നൽകണം. സോ അവർ പറയുന്നതിലൊന്നും യഥാർത്ഥ സത്യമുണ്ടാവില്ല. അതാണ് സത്യം. എല്ലാ സ്ഥലത്തേക്കും പോകും. ഇപ്പോൾ സൗദി അറേബ്യയിൽ $2 മില്യൺ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. 2024 14 ബില്യൺ ചോദിച്ചു. അതും കിട്ടും. IMF-ൽ നിന്നും ലോൺ, വേൾഡ് ബാങ്കിൽ നിന്നും ലോൺ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും ലോൺ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരുടെ എക്കോണമി എന്താ ഇത്രയും മോശമായിരിക്കുന്നത്? ഈ ലോകത്തിലുടനീളം 2 രാജ്യങ്ങളിൽ പോളിയോ ഇപ്പോഴുമുണ്ട്. അത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമാണ്. ആ പോളിയോ ഇപ്പോഴും ഇല്ലാതാക്കിയിട്ടില്ല. പക്ഷേ മിലിറ്ററിയുടെ എക്സ്പെൻഡിച്ചർ GDP-യിൽ 2.9 വരെ സ്പെൻഡ് ചെയ്യുന്നു. ഇന്ത്യയിൽ അത് 1.72 ആണ്. വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. പാകിസ്ഥാൻ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നില്ല. അവർക്ക് ഒരു വിധത്തിലും നന്മകൾ ചെയ്യുന്നില്ല. അവരുടെ ഒറ്റ ലക്ഷ്യം അവരുടെ സുപ്രീമസി. വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ രക്ഷിക്കാനായി അവർ ഇന്ത്യയെ എപ്പോഴും ആക്രമിക്കും. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫോക്കസ് മുഴുവനും മുസ്ലിങ്ങളോടാണെന്ന്, അതായത് ഇസ്ലാം മത വിശ്വാസികളോട്. അതുകൊണ്ട് ഇന്ത്യക്കെതിരായി നടത്തിയ ആ ഓപ്പറേഷന്റെ പേര് പോലും ഖുറാനിലുള്ള ഒരു ആയത്തിന്റെ പേരാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം ഖുറാനിലെ ഒരു വചനത്തെ കുറിക്കുന്നു. പറയുകയാണെങ്കിൽ മധ്യത്തിൽ ഒരു ചുവര് പോലെ. അവരെങ്ങനെയാണ് കള്ളം പറയുന്നത് എന്ന് വെച്ചാൽ, ഖുറാനിൽ അള്ളാഹു എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ട് സത്യം പറയുന്നില്ല എന്ന്. സത്യം പറയൂ. സത്യം ഒരിക്കലും പറയില്ല. അവരാണെങ്കിൽ ഖുറാന്റെ ആയത്തിനെക്കുറിച്ച് പറയുന്നു അല്ലേ? പക്ഷേ അവർ അതിനെക്കുറിച്ച് മറന്നുപോയിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിത്തറ തന്നെ സത്യം സംസാരിക്കുക എന്നതാണ്. അതല്ലാതെ നിങ്ങൾ വേറെ എന്തൊക്കെയോ പേരുകൾ നൽകുന്നു. എങ്ങനെയുള്ള പേരുകളാണ് വെക്കുന്നത് നോക്കൂ. പെഹൽഗാമിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇസ്ലാമിനെ ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുത്തുന്നു. അതൊരിക്കലും സാധ്യമല്ല. പക്ഷെ അവരത് ചെയ്യുന്നു. അവരുടെ രാജ്യത്താണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അധികം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉള്ളത്. സാങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഒസാമ ബിൻ ലാഡൻ പോലും അവിടെയാണ് ഉണ്ടായിരുന്നത്. യുണൈറ്റഡ് നേഷൻസ് എത്ര ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതെല്ലാം അവിടെയാണുള്ളത്. അതുമാത്രമല്ല, ആസിഫ് മുനീറിന് വലിയൊരു പദവി ലഭിച്ചതിന് ശേഷം വിരുന്ന് സൽക്കാരത്തിന് വിളിച്ചിരിക്കുന്നു. അതിന്റെ ഫോട്ടോയുണ്ട്. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ ഒരു ടെററിസ്റ്റ് നമ്മൾ 9 ഭാഗത്ത് ആക്രമിച്ചിരിക്കുന്നു ലക്ഷറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ. സോ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു ടെററിസ്റ്റ് അമേരിക്കയുടെ ലിസ്റ്റിലുള്ള ആൾ. സോ അവർ എന്ത് ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പക്ഷെ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ടെററിസ്റ്റിന്റെ സ്ഥലമല്ല നമ്മൾ നശിപ്പിച്ചത്, മുസ്ലിം പള്ളികളാണ് നശിപ്പിച്ചതെന്നാണ് പറയുന്നത്. സോ നോക്കൂ, 9 സ്ഥലങ്ങൾ അത് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രിസ്ക്രൈബ്ഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അത് അവരുടെ ഹെഡ് ഓഫീസ് ആയിരുന്നു. അവിടെ ആക്രമണം നടന്നു. പാകിസ്ഥാന്റെ മിലിറ്ററി അവർ ആക്രമിച്ചില്ല, സിവിലിയൻസിനെയും ആക്രമിച്ചില്ല. സോ എവിടെ നിന്ന് നമുക്ക് അപകടം വരുന്നോ, എവിടെ നിന്ന് ആക്രമിക്കുന്നുവോ അവിടെയാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്. പറയുന്നത് മുസ്ലിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ പ്രൈം മിനിസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ 10 ഫ്ലൈറ്റ് നശിപ്പിച്ചേനെ, പക്ഷെ 5 നശിപ്പിച്ചിട്ടുള്ളെന്ന്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവരുടെ പ്രൈം മിനിസ്റ്ററുടേതാണ്. ഞാൻ സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ സ്വിമ്മിംഗ് ഡ്രസ്സിലാണ്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഫോൺ റിംഗ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഇന്ത്യ ഫസ്റ്റ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്ന്. എന്നോട് ഒരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞങ്ങൾ ആദ്യമേ നിസ്കരിച്ച് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ആദ്യത്തെ ആക്രമണം ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ വിശ്വസിക്കുക? ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ 9 എയർബേസസിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ജെഡ് സാറിന് നന്നായിട്ട് അറിയാം, നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ആ ഫുൾ എയർബേസ് തന്നെ ഇല്ലാതാക്കാമായിരുന്നു. നമ്മൾ വെറും റൺവേ മാത്രമാണ് ഉന്നം വെച്ചത്. ഉന്നം വെച്ചിട്ട് എന്തു പറയുന്നു എന്ന് വെച്ചാൽ, ഇത് വെറും ട്രെയിലർ മാത്രമാണ്. മനസ്സിലാക്കിക്കോളൂ, നമ്മൾ ചെയ്തു. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അവർക്ക് ശരിയായിട്ടുള്ള ഉത്തരമാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. നമ്മൾ അവർക്കൊരു സന്ദേശവും അയച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ DGM-ഉം അവരുടെ DGM-ഉം സംസാരിച്ചത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്നാൽ, പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചതുപോലെയാണ് പുറത്തൊക്കെ കാണിക്കുന്നത്. ടാങ്കിന്റെ മേലെ നിന്ന് അവർ ആഹ്ലാദിക്കുകയാണ്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ലോകത്ത് അവരെക്കാളും നന്നായി മറ്റാർക്കും കള്ളം പറയാൻ പറ്റില്ല. അവരിങ്ങനെ തന്നെ പറയൂ, ഇങ്ങനെ തന്നെ ചെയ്യൂ. സോ ആസിഫ് മുനീർ നമ്മുടെ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ഫോട്ടോ ഉണ്ടാക്കി കൊടുത്തു.
ആ ഫോട്ടോയിൽ അവർ ജയിച്ചതുപോലെ ആ ഫോട്ടോയും കള്ളമായിരുന്നു. പിന്നീട് അറിഞ്ഞു അത് ചൈന ആർമിയുടെ ഒരു എക്സസൈസ് മിലിറ്ററി ഫോട്ടോ ആയിരുന്നു എന്ന്. സോ ആ ഫോട്ടോയിൽ പോലും അവർക്ക് യാഥാർത്ഥ്യം കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നു, ഞാൻ സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് 9 എയർബേസുകളിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽസ് വെച്ച് ആക്രമിച്ചിരിക്കുന്നു, അവർക്കൊരു മാസ്റ്റർ തിരിച്ചടി നൽകിയിരിക്കുന്നു. തുടക്കം തൊട്ടേ പാകിസ്ഥാൻ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ വീണാലും എന്റെ കാല് മേൽപോട്ടായിരിക്കുന്നു. ഇതുപോലെയാണത്. ഞാനൊരു കാഴ്ച കണ്ടു. അതായത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഒരു ടാങ്കിന്റെ മേളിൽ കയറി നിൽക്കുന്നത് പോലെ, അതൊരു യുദ്ധസ്ഥലത്ത് നിൽക്കുന്നത് പോലെ കാണിക്കാൻ വേണ്ടി പുല്ലൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഇല്ല, അവിടെ ബോംബ് ഇട്ടിട്ടില്ലല്ലോ. അവിടെ ബോംബ് ഇട്ടിട്ടേ ഇല്ല. അവർ പൂഞ്ചിൽ ആക്രമിച്ചു, അവിടെ സിവിലിയൻസ് കൊല്ലപ്പെട്ടു, അവിടെ ഒരു മസ്ജിദ് നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്ലാം എവിടെ പോയി? ഒരു ഇരട്ട കുട്ടി കൊല്ലപ്പെട്ടു, ആ കുട്ടി മുസ്ലിം ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇസ്ലാം മതം എവിടെ പോയി? സോ അവർ വരും നാടക കലാകാരന്മാരാണ്. സോ അവർക്ക് ജനങ്ങളെ കാണിക്കാനായി അവർ ഇതുവരെ ഒന്നിലും വിജയിച്ചിട്ടില്ല. ഇനിയാണെങ്കിൽ എവിടെയും ജയിക്കാനും പറ്റില്ല. ഒരുപക്ഷെ വീണ്ടും അവർ ഈ കളി കളിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. പിന്നെ ഞാൻ എന്താണ് വിചാരിക്കുന്നതെന്നാൽ, ഓപ്പറേഷൻ സിന്ദൂർ 26-ാം തീയതി നടത്തിയ ആക്രമണത്തിൽ ആ 4 തീവ്രവാദികളെ കിട്ടുന്നതുവരെ ഈ ആക്രമണം തുടരും. സർ, പാകിസ്ഥാൻ ഇന്നും മീഡിയ സപ്പോർട്ട് പിന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും അപകടത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം. അപകടം ഒരിക്കലും മാറില്ല. അപകടം എപ്പോഴും ഉണ്ടായിരിക്കും. അത് എതുവരെ എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ആർമി ആ രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നതുവരെ. അവരുടെ കൺട്രോളിലാണെങ്കിൽ ഇന്ത്യക്കെതിരായി ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ആ അപകടം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും. നമ്മൾ വേണം സൂക്ഷിക്കാൻ. പിന്നെ എപ്പോഴും അവരുടെ മോശമായ പ്ലാനിങ്ങും തെറ്റായ വിചാരങ്ങൾ അത് വിജയിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. സർ, അത് എനിക്ക് ചോദിക്കാനുള്ളത്, ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നോക്കൂ, ഇത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാൽ തെറ്റ് എന്നേ ഞാൻ പറയൂ. ഞാൻ ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ ഇന്ത്യ വാഴട്ടെ എന്നാണ് ആഘോഷിക്കുന്നത്. ഇന്ത്യ നീനാൾ വാഴട്ടെ എന്നല്ലേ ഞാൻ പറയുന്നത്. സോ അത് നോക്കുകയാണെങ്കിൽ അതെന്റെ അവകാശമാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കൂ. എന്റെ മുദ്രാവാക്യം ഞാൻ പുറപ്പെടുവിക്കാം. ഇതാണ് ഇന്ത്യയുടെ ഭംഗി.